ഹായ് ഗായ്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് ബിങ് ബിസിനസ് ചെയ്യാമെന്ന് പഠിച്ചു. അതുപോലെ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആപ്പിൾ മൈ ബിസിനസ് ആണ്. സോ ആപ്പിൾ ബിസിനസ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഇത് നോക്കുന്നത്. ഓക്കെ, ആപ്പിൾ ബിസിനസ് മാനേജർ എന്ന് പറഞ്ഞിട്ട് ഇടുന്നുണ്ടോ? സോ നമ്മളത് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ ഒഫീഷ്യൽ പോർട്ടലിൽ പോകും. നോർമലായിട്ടുള്ള കേസുകളിലാണെങ്കിൽ നമുക്കൊരു ആപ്പിൾ ഐ ഡി വേണം. അതുപോലെ തന്നെ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ഡാഷ്ബോർഡിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് ഓൾറെഡി ബിസ് പേജിന് ആപ്പിൾ ഐ ഡി ഉള്ളതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഐ ഡി യൂസ് ചെയ്തിട്ട് നമ്മൾ ലോഗിൻ ചെയ്തു. ഓക്കെ, സോ നോക്കി നമ്മുടെ ആപ്പിൾ ഡീറ്റെയിൽസും അതായത് നമ്മുടെ ഡാഷ്ബോർഡ് തുറന്നു വരുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിൽ ബിസിനസ് ലൊക്കേറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. സോ നമുക്ക് ബിസിനസ് ലൊക്കേഷൻ എങ്ങനെയാണെന്ന് കാണാം. ബിസ് പേജിൻ്റെ പ്രൈമറി ലൊക്കേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. നോക്കിയാൽ ബിസ് പേജ് റിസർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളൊരു പ്രൈമറി ആയിട്ടുള്ളൊരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടു. ഇനി നമുക്ക് വെരിഫൈ ബിസിനസ് എങ്ങനെയാണ് ബിസിനസ് വെരിഫൈ ചെയ്യുക എന്നുള്ളത് കാണിക്കാം. ഓർഗനൈസേഷൻ നെയിം എന്ന് പറയുന്നതും ഡീറ്റെയിൽസും അടിച്ചു കൊടുക്കുക. സോ നെക്സ്റ്റ് നമ്മൾ ഈ ബിസിനസ്സിനെ വെരിഫൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ DUNS നമ്പർ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അതെന്താണെന്നുള്ളതാണ് ഇതിൽ പറയാൻ പോകുന്നത്. DUNS നമ്പർ എന്ന് പറയുന്നത് ഒരു യുണീക്ക് ആയിട്ടുള്ള 9 ഡിജിറ്റ് നമ്പറാണ്. നമ്മൾ ആസ് പെർ ഇന്ത്യൻ പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ ഇവിടുത്തെ നാട്ടിലെ കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലീഗൽ ഡോക്യുമെന്റോ കാര്യങ്ങളോ ഉണ്ടായാൽ മതി. US ലാണെങ്കിൽ കറക്റ്റായിട്ട് DUNS നമ്പർ തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ അടിച്ചെടുക്കാം. അതിന് മുന്നേ നമുക്ക് പുതിയൊരു പേജ് എടുത്തിട്ട് ആപ്പിൾ ബിസിനസ് ലിസ്റ്റിംഗ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വെക്കുക. സെർച്ച് വെക്കുമ്പോൾ ഉണ്ടോ ആദ്യം തന്നെ കിടക്കുന്ന ആപ്പിൾ ബിസിനസ് കണക്ട് എന്ന് പറഞ്ഞിട്ട്. സോ നമ്മളത് ലോഗിൻ ചെയ്ത് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഓൺ ബോർഡിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ നമ്മൾ എസ് ഐ ഗ്രീ ആൻഡ് ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പേജിലോട്ട് പോകും. സോ ഇതാണോ നിങ്ങളുടെ ബിസിനസ് എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ബിസ് പേജ് എന്ന് പറയുന്ന ഓൾറെഡി ഒരു ബിസിനസ്സാണ്. നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് കോഴ്സിനെ പറ്റിയിട്ടുള്ള പുതിയൊരു നമ്മുടെ സംരംഭത്തിനെ പറ്റിയിട്ടുള്ളത് കൊടുക്കാം. നമ്മളെന്താണ് ഒരു കമ്പനി ഓർഗനൈസേഷനാണ്. അത് ആസ് യൂസ്വലുള്ള പോലെ തന്നെ ബിസ് പേജ് സെൻറ്റർ ഫോർ എപ്പോഴും ഒരു യുണീക്ക് പേര് തന്നെ നമ്മളിതിൽ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. സോ നമ്മുടെ GMB പ്രൊഫൈലിൽ എന്താണ് കൊടുത്തിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രൊഫൈലിൻ്റെ നെയിം അതുപോലെ തന്നെ ഇവിടെ എടുത്ത് കൊടുക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ബിസ് പേജ് സെൻട്രൽ ഫോർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിസർച്ച് ആൻഡ് സ്റ്റഡീസ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെ കൊടുത്തു. എവിടെയാണുള്ളത്? ഇന്ത്യയിലാണുള്ളത്. സോ ഐ ലൊക്കേറ്റ് ഫോർ ഇന്ത്യ. ഇന്ത്യയിൽ ഏത് ഭാഗത്താണ് നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും ഉള്ളത്. സോ ഞാൻ ഈ ഗൂഗിൾ മൈ ബിസിനസ്സിൽ കൊടുത്ത അതേ അഡ്രസ്സ് തന്നെ ഇങ്ങനെ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ പോവാണ്. അവിടെ കോപ്പി ചെയ്തു, അവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഏത് ജില്ലയിലാണുള്ളത്? തൃശ്ശൂർ ജില്ലയിലാണ് നമ്മൾ സ്ഥാപനം നിലകൊള്ളുന്നത്. ഏത് യൂണിയൻ ടെറിട്ടറി ആണുള്ളത്? കേരളത്തിലാണുള്ളത്. പോസ്റ്റ് കോഡ് എത്രയാണ്? പോസ്റ്റ് കോഡ് അത് പറയുന്നത് കോപ്പി പേസ്റ്റ് ചെയ്തു. ഫോൺ നമ്പർ എന്താണ്? ഫോൺ നമ്പർ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. സോ ഫോൺ നമ്പർ കൊടുക്കാം, അതല്ലെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ നമ്പർ തന്നെ കൊടുക്കാം. മാക്സിമം എല്ലാവരും ഓരോ സംഭവം തന്നെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ നമ്മൾ ഗൂഗിൾ മൈ ബിസിനസ്സിലുള്ള അതേ ഫോൺ നമ്പർ തന്നെ ഇവിടെയും കൊടുത്തു. വെബ്സൈറ്റ് എന്താണ്? www.bispageresearch.com എന്നുള്ള ഡീറ്റെയിൽസും കൊടുത്തു. നമ്മൾ ആപ്പിളിൻ്റെ സർവീസ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിക്കുക. ഇതൊന്നുമില്ല, വയലേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ് ടെർമിനേഷൻ ആവാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ഡൺ കൊടുക്കുക. ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇതിൽ 2 സജഷൻസ് വന്നിട്ടുണ്ട്. എൻ്റേർഡ് അഡ്രസ്സ്, ഇത് രണ്ടും ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള അഡ്രസ്സ്? അപ്പോൾ ഞാൻ ഇതാണ് അഡ്രസ്സ് കറക്റ്റ് ആയിട്ടുള്ളത് കൊടുത്ത്. സോ ലെറ്റ്സ് ഗോ ഫോർ കണ്ടിന്യൂ. സോറി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വെരിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി നമ്മുടെ ഡാഷ്ബോർഡ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുക. ഡാഷ്ബോർഡ് റിഫ്രഷ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഈ അടിയിൽ കമ്പനി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടോ, അവിടെ കാണും. നമ്മൾ കമ്പനീനെ വെരിഫൈ ചെയ്യണേക്കാൻ മുന്നേ ഈ കമ്പനിയുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് വെരിഫിക്കേഷൻ കൊടുക്കണം. നമുക്ക് ഓൾറെഡി ഇവിടെ ഒരു കമ്പനി ID ജനറേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കമ്പനി ID എന്ന് പറയുന്നത്. നമ്മുടെ ഗവൺമെൻറ് ID നമ്മൾ നേരത്തെ ഒരു സെഗ്മെൻറ്റിൽ ഇത് അപ്ലോഡ് ചെയ്തു. അത് കുറച്ച് കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ആ ഡോക്യുമെൻറ്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ അതൊന്നുമില്ല, ജസ്റ്റ് ആ വെരിഫിക്കേഷൻ അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഇൻവോയ്സോ അല്ലെങ്കിൽ ടാക്സ് വോയ്സോ GST അങ്ങനെ എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് ചോദിക്കും. ആ സമയത്ത് നമ്മൾ നമ്മുടെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ വെരിഫിക്കേഷൻ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഗവൺമെൻറ് ID സെൻഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. സോ
ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. ഇതിപ്പോൾ റിവ്യൂലാണ് കിടക്കുന്നത്, നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളൂ. ഇതൊരു 24 to 48 hours ആവും. ഇപ്പം ഇതിൽ പറയുന്നത് കമ്പനി ഡീറ്റെയിൽസ് ആയിട്ടുണ്ട്. റിവ്യൂ ഓൺ 20th എന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ ഇന്നാണ് കൊടുത്തിട്ടുള്ളത്, സോ ഇറ്റ് വിൽ ടേക്ക് സം ടൈം. അതുപോലെ ഇതിലടുത്ത ഓപ്ഷൻസിലാണ് ആസസ് എന്ന് പറയുന്നതും വെരിഫൈ ദ വാലറ്റ് എന്ന് പറയുന്നതും. ആസസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഗൂഗിൾ മൈ ബിസിനസ് ഷെയർ ചെയ്യുന്നത് പോലെ തന്നെ ഇതും നമുക്ക് ഒരു കമ്പനി ആയിട്ടാണ് വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ 1, 2, 3 പേര് ആ ഒരു ടീമിൽ വർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് ജോയിൻ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യലാണ്. ഇതെല്ലാം റിവ്യൂ കഴിഞ്ഞാൽ മാത്രമാണ് ഇവിടെ കാണിക്കുള്ളൂ. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ബ്രാൻഡ് പേജോ അങ്ങനെ എന്തെങ്കിലും സെപ്പറേറ്റ് കാര്യങ്ങൾ ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ കൊടുക്കാം. ബ്രാൻഡ് പേജ് കൊടുക്കുന്ന വെച്ചാൽ നോക്കി ഹെൽപ്പ് ടു കസ്റ്റമേഴ്സ് ടു യുവർ ബ്രാൻഡ് അക്രോസ് ദ ആപ്പിൾ എന്ന് പറഞ്ഞിട്ട്. സോ നമ്മൾ ഒരു ബ്രാൻഡ് ആയിട്ടാണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത്. ഇത് സിംഗിൾ ബ്രാൻഡ് ആണോ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബ്രാൻഡ് ആണോ? നമ്മളൊരു സിംഗിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. സോ നമ്മളൊരു സിംഗിൾ ബ്രാൻഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുന്നു. എന്ത് ബ്രാൻഡാണ് ഉള്ളത്? സോ ബിസിനസിന്റെ പേരാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ബിസ്പേജ് എന്ന് കണ്ടു കൊടുത്തു. നമ്മുടെ ബ്രാൻഡ് ബിസ്പേജ് ആണല്ലോ, സോ കൊടുത്തു ഇന്ത്യ. ഇത് നിങ്ങളുടെ കമ്പനി എന്താ വെച്ചാൽ കമ്പനിയാണ് കൊടുക്കേണ്ടത് കേട്ടോ. ആക്ച്വലി നോക്കിയേ, അപ്പോൾ നമ്മുടെ എന്താണ് നമ്മുടെ സർവീസ് എന്ന് ചോദിക്കുന്നു. നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് നമ്മുടെ സർവീസ് ഉള്ളത്. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇതിൽ ഇല്ലാത്തതുകൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി എന്നുകൊണ്ട് കൊടുക്കുന്നു. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രൈമറി കാറ്റഗറി കൊടുത്തു. ഇവിടെ എന്താണ് നമ്മുടെ വെബ്സൈറ്റിന്റെ പേര്? www.bizpageresearch.com എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇതിവിടെ എഡ്യൂക്കേഷൻ ആയിട്ടും കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ വേണമെങ്കിൽ ഇത് മൊത്തമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് സെന്റർ എന്നും കൊടുക്കാം. പക്ഷെ അത് നമുക്കിപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി എന്നിട്ട് കൊടുത്തത്, കുറച്ചുകൂടി അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഇതിൽ എടുക്കാൻ വേണ്ടി. വേണമെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ആൻഡ് റിസർച്ച് സെന്റർ ഇങ്ങനെയും കൊടുക്കാം. ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് റിസർച്ച് സെന്റർ എന്നുള്ള പേരിന് നമ്മൾ കൊടുത്തു. എസ് മൈ കമ്പനി ഓൺ ബൈ ഇറ്റ്സ് നെയിം കൊടുത്തു. നമ്മൾ നെക്സ്റ്റ് കൊടുത്തു. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വന്നു. നമ്മുടെ ലോഗോയും കാര്യങ്ങളും ഒന്ന് അയച്ചു തരാൻ പറയും. സോ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് വിസ്പേജ് ലോഗോ എടുത്ത് വിസ്പേജിൻ്റെ ലോഗോ കൊടുത്തു. വിസ്പേജിൻ്റെ ലോഗോ കൊടുത്ത് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ വിസ്പേജിൻ്റെ ലോഗോ ഇതിൽ ആഡായി. നമ്മൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാം. തെറ്റ് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻഡ് ഫോർ റിവ്യൂ. സോ എന്തുണ്ടാവും? നമ്മുടെ ഡീറ്റെയിൽസും ഇൻഫർമേഷൻ ഗുഡ് മെസ്സേജ് പ്ലീസ് ട്രെയിനിങ് ലേറ്റർ. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓൾറെഡി ആ റിവ്യൂലാണല്ലോ കിടക്കുന്നത്. ആ റിവ്യൂ കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. സോ വൺസ് റിവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിത് ഈ ഒരു ബ്രാൻഡിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ പറ്റി ഒരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ ഇത്രയാണ് ഗൂഗിൾ മൈ ബിസിനസ് അല്ല, സോറി, ആപ്പിൾ മൈ ബിസിനസ് അല്ലെങ്കിൽ ആപ്പിൾ ബിസിനസ് കണക്റ്റിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നതും ഒരു കമ്പനി ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതും ഈ കമ്പനി ഐ ഡിനെ നമ്മുടെ വെബ്സൈറ്റിലും കൊടുക്കാൻ പറ്റും. ഇതൊക്കെ നല്ല സൈറ്റേഷൻസ് ആണ് അങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 3 പ്ലാറ്റ്ഫോംസ് ആണ് ഇപ്പോൾ ഫോക്കസ് ചെയ്തത്: ഗൂഗിൾ മൈ ബിസിനസ്, ബിങ് ബിസിനസ് പ്രൊഫൈല്, അതുപോലെ തന്നെ ആപ്പിൾ ബിസിനസ് കണക്ട്. സോ 3 പ്രൊഫൈലിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള പ്രൊഫൈൽസ് ഉണ്ടാക്കി 3ഉം റിവ്യൂവിൽ വന്നിരിക്കുകയാണ്. സോ സീരീസ് റിവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ബാക്ക് ലിങ്ക് അവിടെ ജനറേറ്റ് ചെയ്യും. ഓഫ് പേജ് എസ് പ്രൊഫൈൽ ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് ഇപ്പോൾ ക്ലോസ് ആയത്. ഇനി അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് റെഫറൻസ് ആഡ് ചെയ്യലാണ്. അതായത് ഡൊമൈൻ അതോറിറ്റി എങ്ങനെ കൂട്ടാം എന്നുള്ളതാണ് അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. ഓക്കെ ഗൈസ്, താങ്ക് യു.